പ്രകൃതിയുടെ ഏറ്റവും പ്രാധാന്യമുള്ളതും ശക്തവുമായ പ്രതിഭാസമാണ് ഇടിമിന്നൽ. ഈ ഇടിമിന്നലിന് ഒരു റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സംഗതി ശരിയാണ്. പെട്ടെന്നുണ്ടാകുന്ന ഇടിമിന്നൽ മുതിർന്നവരെ പോലും ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതേ ഭീകരാവസ്ഥ കുറച്ചു നേരം നീണ്ടു നിന്നാലോ? സംശയിക്കേണ്ട, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇടിമിന്നലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ശാസ്ത്ര ലോകത്തെ തന്നെ അമ്പരിപ്പിക്കുന്ന റെക്കോർഡാണ് ആ ഇടിമിന്നലിന് ലഭിച്ചിരിക്കുന്നത്. 2017 ഒക്ടോബറിലാണ് മെഗാ ഫ്ലാഷ് എന്നറിയപ്പെടുന്ന ഈ ഇടിമിന്നൽ ഉണ്ടായത്. 828.8 കിലോമീറ്റർ ആണ് ഈ ഇടിമിന്നൽ നീണ്ടുനിന്നത്. US-ലെ കിഴക്കൻ ടെക്സസ് മുതൽ കാൻസസ് സിറ്റി വരെയുള്ള ദൂരം. ഒരു കാറിൽ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ 9 മണിക്കൂറും വിമാനത്തിൽ 90 മിനിറ്റും വേണ്ടിവരുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ലോക കാലാവസ്ഥാ സംഘടന ഈ പ്രതിഭാസം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇടിമിന്നൽ എന്ന റെക്കോർഡാണ് അന്നുണ്ടായ അത്ഭുത പ്രതിഭാസത്തിന് ലഭിച്ചിരിക്കുന്നത്. 2020 തെക്കൻ US-ൽ വ്യാപിച്ച ഒരു കൊടും കാറ്റിനിടയിൽ ഉണ്ടായ ഇടിമിന്നലാണ് ഇതിനു മുൻപ് ഉണ്ടായിരുന്ന റെക്കോർഡ്. 2017 ഉണ്ടായ മിന്നലിന്റെ ദൈർഘ്യം അളക്കപ്പെട്ടപ്പോഴാണ് ഈ റെക്കോർഡ് പിന്നിലായത്. 60 മൈൽ കൂടുതലുള്ള മിന്നലുകളെല്ലാം മെഗാ ഫ്ലാഷ് എന്നാണ് വിളിക്കുന്നത്. ഒരു വലിയ പ്രദേശം മുഴുവൻ വ്യാപിക്കുകയും ഏറെ ദൂരം നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന കൊടുങ്കാറ്റിന്റെ ഫലമായാണ് ഈ ഇടിമിന്നൽ രൂപപ്പെടാറുള്ളത്. വ്യോമയാന സുരക്ഷ, കാലാവസ്ഥാ ഗവേഷണം, ദുരന്ത തയ്യാറെടുപ്പ് എന്നിവയൊക്കെ നിരീക്ഷിക്കുന്നതിനായി തീവ്ര ഇടിമിന്നൽ പ്രതിഭാസങ്ങൾ നിരീക്ഷിക്കുന്നതിനും പഠിക്കുന്നതിനും വിപുലമായ ഉപഗ്രഹ ഡാറ്റ വിശകലനം നടത്തി വെളിപ്പെടുത്തിയ ശേഷമാണ് ഈ കണ്ടെത്തൽ പുറത്തു വന്നത്. വൈദ്യുതീകരിക്കപ്പെടുന്ന മേഘങ്ങളുടെ അപകടം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ കണ്ടെത്തൽ. അവയ്ക്ക് ദീർഘദൂരം സഞ്ചരിക്കാനും വ്യോമയാന മേഖലയെ തകരാറിലാക്കാനും കാട്ടുതീ ഉണ്ടാക്കാൻ കാരണമായ മിന്നൽ പിണരുകൾ സൃഷ്ടിക്കാനാവുമെന്നും കണ്ടെത്തൽ വ്യക്തമാക്കുന്നു.